ഹായ് ഓൾ, അസ്സാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എന്തായാലും ഞാൻ എന്തിനെയാണോ ഇത്ര ദിവസം പേടിച്ച് ഒന്നും പറയാതിരുന്നത് അത് സംഭവിച്ചു കേട്ടോ. നമ്മൾ എത്ര കൈകൂപ്പി യാചിച്ചിട്ടാണെങ്കിലും കെഞ്ചിയിട്ടാണെങ്കിലും ചെയ്യുന്നവർ ചെയ്യും. സംഭവം എന്താണെന്നുള്ളത് ഞാൻ പറയാം. അതിന് മുമ്പായിട്ട് ഇന്ന് ഞാൻ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് രാവിലെയാണ്. എനിക്ക് ഒരു ഭാഗത്തേക്ക് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ റെഡി ആയതിന് ശേഷം അങ്ങനെ കിച്ചണിലേക്ക് കയറിയതാണ്. അപ്പോൾ ഏതായാലും അത് ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇന്ന് ആക്ച്വലി വീഡിയോ ഒന്നും എടുക്കണ്ടെന്ന് വിചാരിച്ചിരുന്നാലും നമ്മുടെ സിറ്റുവേഷൻസ് എന്തായാലും മുടങ്ങാതെ വീഡിയോ ഇടണം എന്നുള്ളത്. അപ്പോൾ പിന്നെ മോർണിംഗ് ആ ഒരു കാര്യങ്ങൾ കുട്ടികളെ സ്കൂളിലേക്ക് പറഞ്ഞേക്കുന്നതും ആ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് റനക്കുട്ടിയാണ് കേട്ടോ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആരെങ്കിലും ഷൂട്ട് ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ എൻ്റെ കാര്യങ്ങൾ അങ്ങനെ നടന്നു പോകുമ്പോൾ ഇതാവും. ഞാൻ ഒറ്റയ്ക്കാണെന്നുണ്ടെങ്കിൽ പിന്നെ ക്യാമറ അവിടെയും ഇവിടെയും വെച്ചിട്ടൊക്കെ അങ്ങനെ ഷൂട്ട് ചെയ്യുമ്പോൾ പിന്നെയും ലേറ്റ് ആവും. പറയാനുള്ളതുകൊണ്ട് പിന്നെ ആ ഒരു കാര്യം നടന്നു. അപ്പോൾ ഇതേ മക്കൾക്ക് ലഞ്ച് ബോക്സ് ആക്കിയിട്ടുണ്ട്. സ്നാക്സ് കാര്യങ്ങളൊന്നും ആക്കിയിട്ടുണ്ടായിരുന്നില്ല. അതാണിപ്പോൾ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അതിന് മുമ്പ് വീഡിയോ ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒരു ഇമോജി ആയിട്ടെങ്കിലും ജസ്റ്റ് ഒരു ഹാർട്ടെങ്കിലും ഇട്ട് തരാം. പിന്നെ നമ്മുടെ ചാനലിലേക്ക് ആരെങ്കിലും പുതിയതായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഇൻഫോർമേറ്റീവായിട്ട് നമ്മുടെ ചാനലിൽ നിന്ന് കിട്ടുമെന്ന് തോന്നുവാണെങ്കിൽ മാത്രം നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ, ഒത്തിരി പേര് സിലുവിൻ്റെ ലൈഫിൽ എന്താ സംഭവിച്ചത് ഞങ്ങൾക്ക് അറിയണം, ഞങ്ങൾക്ക് അറിയാനുള്ള അവകാശം ഉണ്ടെന്നൊക്കെ പറഞ്ഞപ്പോഴും ഞാൻ സൈലൻ്റായിട്ട് മറച്ച് വെച്ചുകൊണ്ട് നടന്നത് വേറൊന്നും കൊണ്ടല്ല. ഒരുപാട് റിയാക്ഷൻ ചാനലുകാർ അതെടുത്ത് ആഘോഷിക്കും എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. അപ്പോൾ ഏറ്റവും അവസാനം വേറൊരു വഴിയില്ലാതായപ്പോൾ എന്നെ ഭയങ്കരമായി അവഹേളിച്ച് അപമാനിച്ച സമയത്തൊക്കെ, അതായത് ഞാൻ റീച്ചിന് വേണ്ടിയിട്ട് ഒളിപ്പിച്ച് വെച്ചിരിക്കുകയാണ്, അല്ലെങ്കിൽ ഞാൻ കള്ളത്തരം കാണിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റിയില്ല. കാരണം നമ്മൾ അത്രത്തോളം സ്ട്രഗിളിൽ ഒരു പ്രശ്നത്തിൽ നിൽക്കുന്ന സമയത്ത് അതും കൂടെ നമുക്ക് കേൾക്കുന്ന സമയത്ത് ഒരു മനുഷ്യൻ എന്ന നിലയ്ക്ക് തന്നെ ബാധിക്കും. അപ്പോൾ ശരി, ഏതായാലും കാര്യം പറയാം, അപ്പോൾ പിന്നെ കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാവില്ല എന്ന് വിചാരിച്ചപ്പോഴും എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ ഒരുപാട് പേര് അതെടുത്ത് ആഘോഷിക്കും എന്നുള്ളത് എനിക്കറിയായിരുന്നു. പേടിച്ച് മനസ്സോടെയാണ് നമ്മൾ ആ കാര്യം തുറന്ന് പറഞ്ഞത്. അതേ തന്നെ ഞാൻ കൈയെടുത്ത് എന്താ പറയുക അപേക്ഷിച്ചിട്ടുണ്ടായിരുന്നു. റിയാക്ഷൻ ചാനലുകാർ നല്ല രീതിക്ക് ചെയ്യുന്നവരാണെങ്കിലും അല്ലാത്ത രീതിക്ക് ചെയ്യുന്നവരാണെങ്കിലും എൻ്റെ മക്കളുടെ മുഖത്തിനെങ്കിലും ആലോചിച്ചിട്ട് നിങ്ങൾ വെറുതെ വിടണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അങ്ങനെ സ്വാഭാവികം, ആർക്കാണെങ്കിലും ഇപ്പം ഞാൻ ചെയ്തില്ലെങ്കിലും വേറെ ആരെങ്കിലുമൊക്കെ ചെയ്യും, അപ്പം നമ്മളും ചെയ്തേക്കാം എന്നൊരു തോന്നലൊക്കെ വരാം. അതിൽ ഒരുപാട് പേര് നല്ല മാന്യമായ രീതിയിൽ പറഞ്ഞ ആൾക്കാരുണ്ട്. ചിലർ എന്താ ഏതാണെന്ന് അറിയാതെ തന്നെ, അതായത് ഞാനിത് റിവീൽ ചെയ്യുന്നതിന് മുമ്പ് തന്നെ അവനൊക്കെ എൻ്റെ ഒരു 10 വർഷം മുമ്പത്തെ എന്തോ ശത്രുതയുള്ള പോലെയൊക്കെയാണ് ഓരോ വീഡിയോസ് ഇട്ട് എൻ്റെയും അല്ലെങ്കിൽ ആളുടെയും കൂടെ ഞങ്ങളുടെ ഇടയിൽ കുടുംബത്തിൻ്റെ ഉള്ളിൽ വന്ന് ജീവിച്ച് അല്ലെങ്കിൽ നമ്മുടെ ബെഡ്റൂമിൽ വന്ന് നിന്ന് കാര്യങ്ങളൊക്കെ കണ്ട പോലെയാണ് ഓരോ അവഹേളനങ്ങളും അവലോകനങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നത്. ഒരു മനുഷ്യനും അറിയില്ല. ഇപ്പോൾ എൻ്റെ ഇടപഴകുന്ന ഒരാൾ ഞാൻ നല്ലതാണെന്ന് പറയണമെങ്കിൽ അവർ എന്നോട് ഇടപഴകുന്ന വെച്ചിട്ടായിരിക്കും ഞാൻ പറയുന്നത്. അതേപോലെ എനിക്ക് എന്ത് പറയാൻ പേടിയാണ് കേട്ടോ സത്യം പറഞ്ഞാൽ. അപ്പോൾ മറ്റൊരാളോട് ഇടപഴകിയത് വെച്ചുകൊണ്ട് അവരങ്ങനെയല്ലല്ലോ ഇവരിങ്ങനെയല്ലല്ലോ അതുകൊണ്ട് ഇവള് നുണ പറയാണ് എന്നൊന്നും പറയാൻ പറ്റൂല. ഇതിലെവിടെയും ഞാൻ ആരെയും കുറ്റപ്പെടുത്തിയിട്ടുമില്ല. ഞങ്ങൾ തമ്മിൽ ഒത്തുപോകാത്ത ചില പേഴ്സണൽ കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് മാന്യമായ രീതിയിൽ ഇത് സെപ്പറേറ്റഡ് ആയിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം പറഞ്ഞതിന് ഏതൊക്കെ രീതിയിൽ എൻ്റെ മക്കളെ സത്യം പറഞ്ഞാൽ ഞാൻ റിയാക്ഷൻ വീഡിയോസൊന്നും സെർച്ച് ചെയ്ത് കാണാനോ അല്ലെങ്കിൽ അതിനോ മെനക്കെടാറില്ല. ഒന്നാമത് നമുക്ക് ടൈം ഉണ്ടാവാറില്ല, നിങ്ങൾക്ക് അറിയാമല്ലോ നമ്മുടെ തിരക്ക് കാര്യങ്ങൾ. പക്ഷെ ഒത്തിരി പേര് എനിക്ക് അയച്ചു തരാനും അയ്യോ ഇത്ത അവരങ്ങനെ പറയുന്നു, അയ്യോ ഇത്ത ഇങ്ങനെ പറയുന്നു എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ കണ്ടുപോയതാണ് കേട്ടോ. രാത്രി എനിക്ക് ഒരു നിർജീവമായിട്ടുള്ള അല്ലെങ്കിൽ നിർവികാരമായിട്ടുള്ള ഒരു അവസ്ഥ എന്നൊക്കെ പറയില്ല. ഓരോരുത്തരുടെ പറച്ചിലും അവരുടെ പരിഹാസങ്ങളും കുത്തുവാക്കുകളും എന്തിന് മക്കൾ ഉണ്ടായതിനെ വരെ ഭയങ്കര മോശമായ രീതിയിലൊക്കെ പറയുന്ന രീതിയിലും അതിൻ്റെ അടിയിൽ ആൾക്കാർ വന്ന് കമൻ്റ് ഇടുന്നതൊക്കെ കാണുന്ന സമയത്ത് നമ്മൾ ഇതുവരെ ജീവിച്ച ജീവിതമൊന്നും കളവോ കാര്യങ്ങളോ ഒന്നുമല്ല. ഇപ്പോൾ ആരെങ്കിലുമൊക്കെ ചെയ്യുന്ന പോലെ പഴയ ഫോട്ടോസ് ഡിലീറ്റ് ചെയ്യുക അല്ലെങ്കിൽ പഴയ വീഡിയോസ് ഡിലീറ്റ് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊന്നും തന്നെ ഞാൻ ചെയ്യുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇത്രയും കാലം ആ ലൈഫ് ജീവിച്ചത് സത്യം തന്നെയാണ്. എല്ലാവരുടെ ലൈഫിലും പ്രോബ്ലംസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എല്ലാവരും ഭാവിയിൽ നമുക്കിങ്ങനെയൊക്കെ സംഭവിക്കും, അതുകൊണ്ട് നമുക്ക് മക്കൾ വേണ്ട, മക്കളെ കൊല്ലാമെന്ന് വിചാരിച്ചിട്ടൊന്നും അല്ലല്ലോ ജീവിക്കുന്നത്. ഒരു പ്രതീക്ഷേൻ്റെ പുറത്ത് തന്നെയാണ് എല്ലാവരും ജീവിക്കുന്നത്. പക്ഷേ മക്കളുണ്ടായതിനെയും
ഉണ്ടാക്കിയതിനെയും ഒക്കെ പറ്റിയൊരു ഭയങ്കര മോശമായ രീതിയിലൊക്കെ ഒരുപാട് പേര് പറയുന്നതൊക്കെ കേട്ടു. ഈ ഭൂമിയിലൊരു മനുഷ്യൻ ജനിക്കണം എന്ന് ദൈവം തമ്പുരാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് നീയല്ല നിൻ്റെയൊക്കെ വാപ്പ വന്നു കഴിഞ്ഞാലും അതിനെ തടയാൻ ആരെക്കൊണ്ടും പറ്റൂല. അവർ ജനിക്കുക തന്നെ ചെയ്യും. എൻ്റെ മക്കളെ എനിക്കൊരിക്കലും ഒരു ബാധ്യതയായിട്ടോ എനിക്കൊരു ബുദ്ധിമുട്ടായിട്ടോ എനിക്കൊരു വിഷമമായിട്ടോ ഈ നിമിഷം വരെ ഞാൻ പേഴ്സണലി ഒരാളോട് പോലും പറഞ്ഞിട്ടില്ല. പിന്നെ ഇങ്ങനെ പബ്ലിക്കിലും പറയും. ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല. അവരെൻ്റെ സന്തോഷമാണ്, അവരെൻ്റെ ഭാഗ്യമാണ്, അവരെൻ്റെ സൗഭാഗ്യമാണ്, അവരാണ് എൻ്റെ എല്ലാം എന്ന് വെച്ചിട്ട് ഞാൻ ഈ ചെയ്യുന്നതിനൊക്കെ ഈ മക്കൾ നാളെ എനിക്ക് എന്തെങ്കിലും തിരിച്ച് സന്തോഷം തരുമെന്നോ അല്ലെങ്കിൽ അവരിൽ നിന്ന് എന്തെങ്കിലും കിട്ടുമെന്നോ പ്രതീക്ഷ കൊണ്ടൊന്നുമല്ല നമ്മൾ അവരെ സംരക്ഷിക്കേണ്ടതും അവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതും. ഇപ്പോഴും എൻ്റെ ലൈഫിലെ ഏറ്റവും നല്ലൊരു ഡിസിഷനായിട്ട് ഞാൻ വിചാരിക്കുന്നത് എനിക്ക് ഇത്രയും മക്കളുണ്ടായത് തന്നെയാണ്. അത് ഈ ഭൂമിയിലെ നീയല്ല നിൻ്റെയൊക്കെ വാപ്പന്മാർ വന്ന് പറഞ്ഞാലും എനിക്കൊരിക്കലും തിരുത്തി പറയാനോ അല്ലെങ്കിൽ അതെൻ്റെ ഒരു നിർഭാഗ്യമാണെന്ന് പറയാനോ എനിക്ക് തോന്നില്ല. ബിക്കോസ് എനിക്ക് അത്രയും ഇഷ്ടമാണ് എൻ്റെ മക്കളെ, എനിക്ക് അത്രയും ഇഷ്ടമാണ് ഓരോ ജീവനുകളെയും. അങ്ങനെ ഒരു ഇത്രയും ജീവനുകളെ വളർത്താൻ പടച്ചോൻ എന്നെ തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ എന്നിൽ പല ക്വാളിറ്റീസും പടച്ചോൻ കണ്ടതുകൊണ്ടായിരിക്കൂലേ. നിങ്ങൾ എന്തിനാണ് ബാക്കിയുള്ള കാര്യങ്ങൾ എനിക്ക് ജനിച്ച മക്കളെ വെച്ചുകൊണ്ട് പറയുന്നത്? പറയാൻ പാടില്ലാത്ത ചില കാര്യങ്ങളാണ്, എങ്കിലും ഞാനിപ്പോൾ പറയാണ്. 5 മക്കളുള്ളവർ ജീവിതകാലം മുഴുക്കം ഒരു സെക്കൻഡ് പോലും വിടാതെ ലൈഫ് ലോങ് ഒരു 50,000 പ്രാവശ്യം ഇൻ്റർകോഴ്സിൽ ഏർപ്പെട്ട പോലെയും ഇപ്പോൾ ഒരു കുട്ടി അല്ലെങ്കിൽ 2 കുട്ടിയുള്ളവർ ആകെ ജീവിതത്തിൽ 1-2 പ്രാവശ്യം മാത്രം ഇൻ്റർകോഴ്സിൽ ഏർപ്പെട്ട പോലെയാണ് ഓരോരുത്തരുടെ കമൻറ്റും ഓരോരുത്തരുടെ അവലോകനങ്ങളും വരുന്നത്. എന്തിനാ മനുഷ്യന്മാരെ നിങ്ങളൊക്കെ ഇങ്ങനെ ജഡ്ജ് ചെയ്യാനും വേണ്ടി മാത്രം ലൈഫ് ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്? ഞാൻ വ്ളോഗ് ചെയ്യുന്ന ഒരാളായതുകൊണ്ട് സ്വാഭാവികമായിട്ടും ആൾക്കാർക്ക് കാണുന്ന ഒരാളെ കാണാതാവുമ്പോൾ ചോദിക്കുമൊക്കെ ചെയ്യും. പക്ഷേ ഇത് ഈ വീട് മാറിയതിന് ശേഷമല്ല, അതിന് 3 മാസം മുമ്പ് തൊട്ടേ എൻ്റെ വീഡിയോയിൽ കാണാതായപ്പോൾ ഓരോരുത്തരായിട്ട് ചോദിച്ചു തുടങ്ങി. കമൻ്റ് ഇട്ടാണ് ഈ ഒരു സംഭവം ഇത്രയും വലുതാക്കിയത്. ഞാനിത് ആരെയും അറിയിക്കാതെ പുറത്ത് കൊണ്ട് വരാതെ അത്രയും സീക്രട്ടായിട്ട് വെച്ചിരുന്ന ഒരു സംഭവമായിരുന്നു. നിങ്ങൾക്കറിയോ, ചിലർ പറയുന്നു നീ ആയിട്ട് വ്ളോഗിൽ വന്ന് കാണിച്ചിട്ടും പറഞ്ഞിട്ടും അല്ലേ എന്നുള്ളത്. അല്ല, ഞാൻ കാണിച്ചിട്ടില്ല, ഞാൻ പറഞ്ഞിട്ടില്ല, ഞാനൊന്നും കാണിച്ചിട്ടില്ല. ഞാൻ എൻ്റെ റെസിപ്പീസ് കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല മാന്യമായ രീതിയിലാണ് വീഡിയോ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. പക്ഷേ ആരൊക്കെയോ എവിടെ നിന്നൊക്കെയോ എന്താണ് കാണാത്തത്, എന്താ ഇല്ലാത്തത്, ഇവർ തമ്മിൽ പിരിഞ്ഞു, ഏത് സമയം ആരെങ്കിലും ഒരാളെ കണ്ടില്ല എന്നുണ്ടെങ്കിൽ പിരിഞ്ഞോ എന്നും പറഞ്ഞിട്ട് വരും. പിന്നെ ഈ വിവാഹം എന്നൊക്കെ പറയുന്നത് ഒരു കരാറാണ് കേട്ടോ. അതാദ്യം മനസ്സിലാക്കുക. എന്ന് നിങ്ങളത് മനസ്സിലാക്കുന്നോ അന്നേ ഈ ഭൂമിയിൽ പെൺകുട്ടികളുടെ ആത്മഹത്യകൾ കുറയുള്ളൂ. അതായത് വിവാഹം കഴിഞ്ഞ പെൺകുട്ടികളുടെ ആത്മഹത്യകൾ കുറയണം എന്നുണ്ടെങ്കിൽ വിവാഹം എന്നൊരു സംഭവം ജീവിതത്തിൻ്റെ അവസാന വാക്കാണ് എന്നുള്ള നിങ്ങളുടെയൊക്കെയുള്ള മനോഭാവം മാറണം. നിങ്ങൾക്കൊക്കെ എന്താണെന്നറിയോ വേണ്ടത്? ഒരു പെണ്ണ് ഒരു ജീവിതത്തിൽ ജീവിച്ച് അവൾക്കത് സഹിക്കാൻ പറ്റാത്തൊരവസ്ഥ വരുമ്പോൾ അവൾ അങ്ങോട്ട് ഭൂമിയിൽ നിന്ന് ഇല്ലാതാവണം. ആ സമയത്ത് നിങ്ങൾക്ക് അവളുടെ പേരിൽ കുറേ കണ്ണീരും കാര്യങ്ങളൊക്കെ വാർത്ത് അവൾ നല്ലവളായിരുന്നു, അവളൊരു പുണ്യവതിയായിരുന്നു എന്ന് നിങ്ങളുടെയൊക്കെ വായിന്ന് വരണം എന്നുണ്ടെങ്കിൽ അവൾ ഭൂമിയിൽ ഇല്ലാതാവണം. അവളുടെ ജീവിതത്തിനെ തന്നെ സാക്രിഫൈസ് ചെയ്ത് ഇല്ലാതായി കഴിഞ്ഞാൽ നിങ്ങളുടെ മുന്നിലേക്ക് നല്ലവളാവും. അതല്ലാത്ത സമയം അവളുടെ മക്കൾക്ക് വേണ്ടിയിട്ടും അവളുടെ ജീവിതം പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ടും ആ ഒരു ലൈഫിൽ ഫൈറ്റ് ചെയ്ത് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ അവളെ പോലെ ഭൂമിയിൽ അഹങ്കാരിയും കുറ്റം ചെയ്യുന്നവളും തെറ്റുകാരിയും അഡ്ജസ്റ്റ് ചെയ്യാത്തവളും ജീവിതത്തിൽ എന്തൊക്കെയോ വെട്ടിപ്പിടിക്കാൻ നടക്കുന്ന മോശമായിട്ടുള്ളൊരു സ്ത്രീയായിട്ട് നിങ്ങൾ ചിത്രീകരിക്കും. നിങ്ങളുടെയൊക്കെ മനോഭാവങ്ങളും ഇതെല്ലാം നിങ്ങളുടെ കമൻറ്റുകളിൽ നിന്നും വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അതിന് വലിയ വലിയ ഉദാഹരണങ്ങളാണ്. ഇപ്പോൾ എത്രയോ പെൺകുട്ടികൾ സ്ത്രീധനത്തിൻ്റെ പേരിലും അല്ലെങ്കിൽ മറ്റ് പല പീഡനങ്ങളുടെ പേരിലും പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് ഉള്ള NPDs പോലെയുള്ള ആൾക്കാരുടെ കൂടെ ജീവിച്ച് ജീവിതം അവസാനിപ്പിക്കേണ്ടി വരുന്ന സമയത്ത് നിങ്ങളുടെ കമൻറ്റുകൾ, അയ്യോ ഈ കുട്ടി ജീവിക്കായിരുന്നു, എന്തിനാ സൂയിസൈഡ് ചെയ്തത്, അല്ലെങ്കിൽ എന്തിനാ അവൻ്റെ കൂടെ ജീവിച്ചത്, ഇവൾക്ക് ഡിവോഴ്സ് ചെയ്തിട്ട് പോരായിരുന്നോ, കല്യാണം എന്ന് പറഞ്ഞാൽ അത്ര ഇതാണോ അങ്ങനെയാണോ എന്നൊക്കെ നിങ്ങൾ പറയും. അതേസമയം വേറെ ഏതെങ്കിലും ഡിവോഴ്സ് ആയിട്ടുള്ളൊരു പെണ്ണ് ചിരിക്കുകയോ അല്ലെങ്കിൽ നല്ല വസ്ത്രങ്ങളോ ഇട്ട് നടക്കുന്ന ഏതെങ്കിലും ഒരു വീഡിയോ കണ്ടാൽ അതിൽ പോയിട്ട് നിങ്ങൾ പറയും ഇവൾക്ക് അഴിഞ്ഞാടി നടക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇവളുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ട് ഒരു ചെക്കൻ്റെ ജീവിതം കളഞ്ഞു, ഭാവി കളഞ്ഞു, ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് ആ കുട്ടീനെ ഭൂമിയിൽ ജീവിക്കാനുള്ള ഒരു അവകാശം പോലും ഇല്ലാത്ത അവസ്ഥയിലേക്ക് അവരെത്തിച്ച് അവരെ അങ്ങോട്ട് കൊന്ന് ഖബറിലേക്ക് എത്തിച്ചതിന് ശേഷം നിങ്ങൾക്ക് സമാധാനമാവുള്ളൂ. ഇതൊക്കെ ഞാൻ പറയുന്നത് വളരെ അപമാനിക്കുന്ന രീതിയിൽ റിയാക്ഷൻ ചെയ്ത് അതിൻ്റെ അടിയിൽ വന്ന് കൊട്ടിഘോഷിച്ച് അട്ടഹസിച്ച് പരിഹസിക്കുന്ന കുറേ കമൻറ്റിട്ട ആൾക്കാരെയും
ഈ വീഡിയോ അത്രയും മോശമായ രീതിയിലെടുത്ത് പ്രതികരിച്ചവരോടാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾക്കും ഫാമിലി കാര്യങ്ങളൊക്കെ ഉള്ളതാണ്, ഒരുപാട് പ്രോബ്ലംസ് കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. ആരുടെ ലൈഫ് എപ്പോൾ വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും മാറാം. പിന്നെ നല്ല രീതിയിൽ അത് റിയാക്ഷൻ ചെയ്ത ആൾക്കാരും ഉണ്ട്. ആരും ചെയ്യരുത് എന്നായിരുന്നു എൻ്റെ ആഗ്രഹം. പക്ഷെ അതൊരിക്കലും നടക്കുന്നൊരു കാര്യമല്ല എന്നുള്ളത് എനിക്കറിയാം. കുറച്ചെങ്കിലും മനുഷ്യത്വമുള്ള ആൾക്കാർ നല്ല രീതിയിൽ അതിനെടുത്ത് പറഞ്ഞു, അതങ്ങനെ വിട്ടിട്ടുണ്ട്. ഞാനത് കൂടുതൽ കോംപ്ലിക്കേഷനിലേക്ക് പോകാതിരിക്കാനും എനിക്ക് ഈ മക്കളെയും വെച്ചിട്ട് മാന്യമായ രീതിയിൽ ജീവിച്ചു പോകാനും വേണ്ടിയിട്ടാണ് അതാരും അങ്ങനെയൊന്നും പറയരുത് എന്ന് പറഞ്ഞത്. ഞാൻ ആ ഒരു വീഡിയോയിൽ പോലും നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, എനിക്ക് പുണ്യാളത്തി ആവാനോ അല്ലെങ്കിൽ ഞാൻ പുണ്യാളത്തിയാണെന്ന് നിങ്ങളെ തോന്നിപ്പിക്കാനോ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ മറ്റുള്ളവരെ കുറ്റം പറയുകയോ പിടിക്കുകയോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. മാന്യമായ രീതിയിലാണ് ഞാൻ നോക്കിയാണ് ഓരോ വാക്കും സംസാരവും എല്ലാം എൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. കാരണം ഓരോരുത്തരുടെയും ആ ഒരു വ്യക്തിത്വത്തെ ഞാൻ മാനിക്കുന്നുണ്ട്, ബഹുമാനിക്കുന്നുണ്ട്. ആരുടെയും മുന്നിലേക്കും എടുത്ത് ഇട്ടു കൊടുക്കാൻ ഞാൻ ശ്രമിക്കാതെ എല്ലാവരെയും സംരക്ഷിച്ചുകൊണ്ടുള്ള നല്ലൊരു കാര്യമാണ്. നല്ല രീതിക്കല്ലേ ഞാനത് പറഞ്ഞിട്ടുള്ളൂ. എന്നിട്ടും എന്തിനാണ് അതിലത്രയും പരിഹാസം, അതിലത്രയും പുച്ഛം? ഈ പുച്ഛിക്കുന്നതൊക്കെ ഒരു സ്ട്രോക്ക് വന്നത് കഴിഞ്ഞാൽ അതേപോലെ തന്നെ ചുണ്ടും വായൊക്കെ ആയിപ്പോകൂലേ മറ്റുള്ളവരെ പുച്ഛിക്കുന്ന സമയത്ത്? ഇത്രയ്ക്കും ഞാൻ പറയാനുള്ളൊരു കാരണം എന്താണെന്നറിയോ? ഞാൻ നമ്മുടെ വീഡിയോയിൽ ഞാൻ ഒറ്റയ്ക്കായിരുന്നു എന്ന് ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒറ്റയ്ക്കാണെങ്കിൽ പിന്നെങ്കിലും കുട്ടികളുണ്ടാവുമെന്ന്. അവർക്കറിയാം ഞാൻ എന്താണ് ഉദ്ദേശിച്ചതെന്നുള്ളത്. എങ്കിലും എങ്ങനെയെങ്കിലും അപമാനിക്കണമെന്ന രീതിയിൽ ഇവർ പറയുന്ന കുറച്ച് കാര്യങ്ങളാണ്. റെസ്പോൺസിബിലിറ്റിയുടെ കാര്യത്തിൽ ഞാൻ ഒറ്റയ്ക്കാണ്, ഇപ്പോൾ കംപ്ലീറ്റ്ലി എല്ലാം കൊണ്ടും ഒറ്റയ്ക്കായി എന്നൊരു കാര്യമാണ് നമ്മളതിൽ പറഞ്ഞിട്ടുള്ളത്. ഇതൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാനോ ഒന്നിനും വരാൻ എനിക്ക് ഒട്ടും താല്പര്യമില്ലായിരുന്നു. പിന്നെ ഒരു കാര്യം, എനിക്ക് ഇത്ര മക്കളുണ്ടായി എന്നും പറഞ്ഞിട്ട് ഞാൻ ആരോടും വന്നിട്ട് കംപ്ലയിൻറ്റ് പറയാനോ ആരുടെ വീട്ടിന് മുന്നിലും പോയിട്ട് എനിക്ക് മക്കളെ സംരക്ഷിക്കാൻ വകയില്ല, അതുകൊണ്ട് നിങ്ങൾ എനിക്ക് എന്തെങ്കിലും തരണമെന്നോ ഈ പറയുന്ന റിയാക്ഷൻ ചെയ്ത ആരോടും ഞാൻ പോയിട്ട് ചോദിച്ചിട്ടുമില്ല അല്ലേ? പിന്നെ എന്തിനാണ് ഇവർ ഇതിൽ ഇത്രയും പരിഹാസങ്ങളും പുച്ഛങ്ങളും ഒക്കെ കാണുന്നത്? എൻ്റെ മക്കൾ എൻ്റെ ഏറ്റവും വലിയ നിധിയാണ്. അവരെ സംരക്ഷിക്കാൻ പഠിച്ചവൻ എന്നെ ഏൽപ്പിച്ചത് ഏറ്റവും നല്ലൊരു കാര്യമായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ആരെങ്കിലും മക്കളെ കൊന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കൊല വിളിച്ച് നടക്കൂലേ? അയ്യോ അവൾ അങ്ങനെയാണ്, അവൾ ഇങ്ങനെയാണ്, അവൾക്ക് ഇങ്ങനെ ആയിക്കോട്ടെ അങ്ങനെ ആയിക്കോട്ടെ എന്ന്. അപ്പോൾ എന്തുകൊണ്ട് എൻ്റെ പോസിറ്റീവ്സ് നിങ്ങൾക്ക് കണ്ടുകൂടാ? ഞാൻ എൻ്റെ മക്കളെയും കൂട്ടി അത്രയും സംരക്ഷിച്ച് അവർക്ക് യാതൊരുവിധ കുറവും ഇല്ലാതെ അവരെങ്ങനെയൊക്കെയാണോ ജീവിക്കേണ്ടത് അതിൻ്റെ ഏറ്റവും നല്ലൊരു വേർഷനല്ലേ ഞാൻ അവർക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അരുത് കേട്ടോ, ഒരു മനുഷ്യൻ്റെയും ഒരു പോസിറ്റീവ് നിങ്ങൾ കാണരുത്. അതിന് പകരം ഏതൊക്കെ രീതിയിൽ അവരെ നെഗറ്റീവ് പറഞ്ഞ് അപമാനിക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ തന്നെ ചെയ്യണം. ഒരു കാര്യം മാത്രമേ ഞാനിതിൽ പറയാം, ഈ പറഞ്ഞ ആൾക്കാർക്കും ഈ പരിഹസിച്ച ആൾക്കാർക്കും ഒക്കെ ജീവിതത്തിൽ അവനവന് ഒരു അനുഭവം വരുന്ന സമയത്ത് മാത്രം അതിൻ്റെ പെയിൻ അറിയുള്ളൂ. അല്ലാത്ത സമയം ഒരാൾ പറയുന്നത് നിങ്ങൾക്കത് പരിഹാസവും പുച്ഛവുമായിട്ടൊക്കെ തോന്നാം. പക്ഷേ ലൈഫ് എപ്പോൾ വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും മാറാമല്ലോ. പിന്നെയുള്ള കുറച്ച് സംഭവങ്ങളായിരുന്നു. സോഷ്യൽ മീഡിയയിൽ വന്നോ അതോടുകൂടെ കുടുംബജീവിതം നശിച്ചു എന്ന് പറയുന്നത് ഏത് വിധത്തിലാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എനിക്ക് സോഷ്യൽ മീഡിയയിൽ വന്നതിന് ശേഷമല്ല എൻ്റെ പ്രോബ്ലം ഉണ്ടായത്. എനിക്ക് ഓൾറെഡി പ്രോബ്ലം ഉണ്ടായത് കൊണ്ടാണ് ഞാൻ സോഷ്യൽ മീഡിയനെ എൻ്റെ ഒരു വരുമാന മാർഗ്ഗമാക്കി മാറ്റിയത്. ഞാൻ പഠിച്ച അറിവുകളും ഞാൻ പഠിച്ച കാര്യങ്ങളും മറ്റുള്ളവർക്ക് പകർന്നു കൊടുത്തുകൊണ്ട് നല്ല രീതിയിൽ വീഡിയോസ് ചെയ്തുകൊണ്ട് വരുമാനമുണ്ടാക്കാം എന്ന രീതിയിൽ ആ സമയത്ത് എനിക്കൊരു വരുമാനത്തിന് വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ സോഷ്യൽ മീഡിയയിലേക്ക് വന്നത്. അല്ലാതെ സോഷ്യൽ മീഡിയയിൽ വന്നതിന് ശേഷം എൻ്റെ ജീവിതം തകർന്നൊന്നല്ല. പിന്നെ അടുത്തൊരു കാര്യം, ഒരു പെണ്ണിൻ്റെ കയ്യിൽ പൈസ വന്നു കഴിഞ്ഞാൽ പിന്നെ അവൾക്ക് അഹങ്കാരമായി. പിന്നെ അവളെ പിടിച്ചാൽ കിട്ടൂല, അവൾ ഈ പറഞ്ഞ പോലെ അടിമപ്പണി എടുപ്പിക്കാൻ കിട്ടൂല എന്ന് പറയുന്ന ആൾക്കാരോട് അതിന് നിങ്ങൾക്ക് വേറെ രീതിയിൽ നോക്കിക്കൂടെ? ഒരു പെണ്ണിൻ്റെ കയ്യിൽ പൈസ വന്നു കഴിഞ്ഞാൽ അവൾക്ക് ധൈര്യമായി, അവൾക്ക് എതിരെ വരുന്ന ആക്രമണങ്ങൾക്ക് അവിടെ തന്നെ പിടിച്ച് നിന്ന് അതിൽ തന്നെ മരിക്കേണ്ട ഒരു അവസ്ഥയില്ല. അതുകൊണ്ട് അതൊരു പോസിറ്റീവായിട്ടുള്ളൊരു ഭാഗമായിട്ട് ആ കുട്ടിക്ക് ജീവിക്കാനുള്ളൊരു നല്ലൊരു മാർഗ്ഗമായിട്ട് ഈ പെൺകുട്ടികളുടെ ഏണിങ്സിനെ നിങ്ങൾക്ക് കണ്ടുകൂടെ? നിങ്ങൾ എന്തിനാ ഇതിനെല്ലാം തന്നെ അഹങ്കാരവും വേറെ വല്ലതും ആയിട്ടൊക്കെ കാണുന്നത്? എന്നാൽ നിങ്ങൾക്ക് ഇനി നന്നാവുക? എത്ര മരണങ്ങളും നിങ്ങളുടെ അടുത്തും അല്ലെങ്കിൽ നിങ്ങളുടെ വീടുകളിലും നിങ്ങൾ പത്രങ്ങളിലും നിങ്ങൾ ന്യൂസുകളിലും ഒക്കെ വായിച്ചാലും നിങ്ങൾ ഏത് കാലവും നിങ്ങളുടെ കുറച്ച് കാര്യങ്ങളും കൊണ്ട് മാത്രമേ നിങ്ങൾ നടക്കുള്ളൂ അല്ലേ? പുറമേ മാത്രം എമ്പതി ഉള്ളവരും സിമ്പതി ഉള്ളവരെയൊക്കെ ആയിട്ട് അഭിനയിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഉള്ളിലുള്ള ആ യഥാർത്ഥ മൃഗീയത എന്ന് ഞാൻ പറയില്ല, മൃഗങ്ങൾ പോലും വിശപ്പിന് വേണ്ടി മാത്രമേ വേട്ടയാടുള്ളൂ മറ്റ് ജീവജാലങ്ങളെ. പക്ഷെ നിങ്ങൾ അങ്ങനെയല്ല, നിങ്ങളുടെ വിശപ്പ് തീർന്നാലും നിങ്ങൾ മറ്റുള്ളവരെ വേട്ടയാടിക്കൊണ്ടേയിരിക്കും. അതിൽ നിങ്ങൾക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. സത്യം പറഞ്ഞാൽ മറ്റുള്ളവരുടെ വേദനയിൽ ചിരി വരുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു നോർമൽ മനുഷ്യനല്ല.
മൃഗം എന്ന് പറയാനും പറ്റില്ല, വേറെ എന്തോ ഒരു പേരാണ് അതിന് കൊടുക്കേണ്ടത്. മറ്റുള്ളവരുടെ വേദനയിൽ നിങ്ങൾക്ക് പരിഹസിക്കാനും ചിരിക്കാനും പുച്ഛിക്കാനും അവഹേളിക്കാനും തോന്നുന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങളെ മനുഷ്യവർഗത്തിൽ പെടുത്താനായിട്ട് പറ്റില്ല. സൊസൈറ്റിക്ക് ഇവളൊക്കെ എന്ത് ഇൻഫർമേഷനാണ് കൊടുക്കണതെന്ന് പറഞ്ഞിട്ടൊരു സംഭവം കണ്ടിട്ടുണ്ടായിരുന്നു. എന്ത് റോങ് ഇൻഫർമേഷനാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്? ഒന്ന് ശരിക്കൊന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങൾക്ക് ടോക്സിക് ആയിട്ടുള്ള എന്തെങ്കിലും പ്രോബ്ലംസ് വരുന്ന സമയത്ത് നിങ്ങൾ ഈ ഭൂമിയിൽ നിന്നും നിങ്ങളെ ഇല്ലാതാക്കാതെ നിങ്ങൾ ഫൈറ്റ് ചെയ്ത് സർവൈവ് ചെയ്ത് ജീവിക്കുക, മക്കളെ നല്ല രീതിയിൽ സംരക്ഷിക്കുക, നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും നിങ്ങൾ ഉണ്ടാക്കുക, പഠിക്കുക, എഡ്യൂക്കേഷൻ ഉണ്ടാക്കുക, ഏണിങ്സ് ഉണ്ടാക്കുക, സ്വന്തം കാലിൽ നിൽക്കുക. ഇതൊക്കെ പറയുന്നത് ഏത് വകയിലാണ് തെറ്റായിട്ടുള്ളൊരു കാര്യമാവുക? തെറ്റായിട്ടുള്ള കാര്യമാവുന്നത് എങ്ങനെയുള്ള ആൾക്കാർക്കാണെന്നറിയോ? ഒരു പെണ്ണിനെ അടിമനെ പോലെ അവൻ്റെ എല്ലാ ആവശ്യങ്ങൾക്കും വേണ്ടിയിട്ട് അടക്കി ഭരിച്ച് നിർത്തണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം ആണുങ്ങൾക്കും, പിന്നെ ഞാൻ അനുഭവിച്ചു ഇനി നീയും അനുഭവിക്കുക, അങ്ങനെ ഇപ്പോൾ നീ രക്ഷപ്പെടണ്ട എന്ന് ചിന്തിക്കുന്ന ഒരു കൂട്ടം സ്ത്രീകൾക്കും ഞാൻ പറയുന്നതെല്ലാം ഭയങ്കര റോങ് ആയിട്ടുള്ളൊരു കാര്യമായിട്ട് തോന്നാം. പക്ഷെ ഒരു മനുഷ്യൻ്റെ ബേസിക് നീഡ്സ് എന്താണെന്നുള്ള അറിയുന്ന ഒരു കോമൺ സെൻസുള്ള ഒരു എമ്പതിയുള്ള സിമ്പതിയുള്ള ഏതൊരു മനുഷ്യനും ഞാൻ പറയുന്ന എല്ലാ കാര്യങ്ങളും ശരിയാണ് എന്നും തോന്നാം. ശരിയാണെന്ന് തോന്നുന്നവർ മാത്രം ശരിയാണ് ഞാൻ പറയുന്നതെന്നൊന്ന് കമൻറ്റ് ചെയ്യുമോ? കാരണം കാണാനുള്ള ആഗ്രഹം കൊണ്ട് മാത്രമാണ്. ഈ സമൂഹത്തിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ പല സമയത്തും എനിക്ക് പുച്ഛം തോന്നാറുണ്ട്. കാരണം അത്രയ്ക്കും വൃത്തികെട്ട രീതിയിലാണ് ഓരോരുത്തരും ഓരോ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതും, ഓരോ സ്ത്രീയെയും ജീവിക്കാൻ വിടാതെ അവളെങ്ങനെയെങ്കിലും ഒന്ന് ഇല്ലാതായി കണ്ടാൽ മതി എന്നുള്ള പോലെ അവർക്ക് എന്തോ നിയ്യത്ത് ചെയ്ത് അവർ ഭൂമിയിലേക്ക് ഇറങ്ങിയ പോലെയാണ് ഓരോരുത്തരും പെരുമാറുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ ഈ സിംഗിൾ പാരൻറ്റിങ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത്ര ഈസിയുള്ളൊരു കാര്യമൊന്നുമല്ല കേട്ടോ. എങ്കിലും ഇപ്പം ഞാനിതൊക്കെ ഇത്രയും നോർമലായിട്ട് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ കുറേ കാലം പറയാതെയുള്ള അറിയാതെയുള്ള ഒരു സിംഗിൾ പാരൻറ്റിങ് തന്നെയായിരുന്നു ഞാൻ നടത്തിയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഞാനതിന് യൂസ്ഡായി, അതായത് ചെയ്ത് ശീലിച്ചൊരു കാര്യമായതുകൊണ്ടാണ്. ഇപ്പോഴും വീണ്ടും ഞാൻ പറയുന്നു, ഒരു പെണ്ണിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റുകൾ തീരുന്നിടത്ത് പല ബന്ധങ്ങളും അതോടുകൂടി തീരും. ഓക്കെ.